തീർത്തോട്ടെ പ്ലീസ്. അപ്പൊ നമുക്ക് ഔട്ടിംഗ്. എനിക്ക് ഡ്രസ് ഇല്ല. എന്താ കോളേജിന്റെ പേര്? Hello guys, once again welcome back to my channel. I'm Siya and that's Adona. അപ്പോൾ നമ്മൾ 8 ദിവസമായിട്ട് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിക്ടോറിയ ഇറങ്ങുന്നതല്ലേ, അതിനുശേഷം എൻ്റെ വിവരമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. Now I'm here with HMH. എന്താ കോളേജിന്റെ പേര്? HMH നഴ്സിംഗ് കോളേജ്. സോറി മറന്നുപോയി, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോവുക. ഫ്രഷേഴ്സ് ഞാൻ ഔട്ടിങ് പതിവല്ല, പക്ഷെ നമുക്ക് നാളെ ഫ്രഷേഴ്സ് ഡേ വരുന്നുണ്ട്. അപ്പോൾ ഔട്ടിങ് പതിവാവാം. തീർത്തോട്ടെ പ്ലീസ്. അപ്പൊ നമുക്ക് എനിക്ക് ഡ്രസ് ഇല്ല. A few moments later. ഇത് ഹോസ്റ്റലിലെ പതിവാ, കാര്യക്കണ്ട. നമുക്കൊരു ഔട്ടിങ് ഇടിയുണ്ട്, ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത്. അപ്പൊ ഗൈസ് നമുക്ക് മോയ്സ്ചർ സൺസ്ക്രീനും റെഡി ആവാം. പ്രത്യേകിച്ച് ഈ നട്ടപ്പറ എന്താ വേണ്ടത്? നമുക്ക് 5 മണിയാകുമ്പോഴേക്കും റെഡി ആവണം ഗൈസ്. എനിക്കറിയാൻ പാടില്ല ഗൈസ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. കലയുടെ മുമ്പിലല്ലാണ്ട് ഇന്നേ വരെ ഞാൻ മേക്കപ്പ് ഫോൺ നോക്കി ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയുന്നില്ല. എൻ്റെ മുടിയൊക്കെ മുമ്പ് ചെയ്തിരുന്നു ഗൈസ്. ഞാൻ പോയി സൺസ്ക്രീനും മോയ്സ്ചറും ഇട്ട് കണ്ണ് എഴുതിയിട്ട് വരാം ഗൈസ്. നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞു, മോയ്സ്ചർ ഇട്ട് സൺസ്ക്രീൻ ഇട്ടു. നമുക്ക് ഇനി മുടി കെട്ടണം, പിന്നെ ലിപ്സ്റ്റിക് ഇടണം. അത് വേണ്ടല്ലോ, ഗൈസ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു, കണ്ണെഴുതി, നമ്മള് പൊട്ടും വെച്ചു, റെഡി. എന്ത് ഡ്രസ് ഇട്ടാലും പൊട്ട് വെച്ചില്ലെങ്കിൽ നമുക്കൊരു എന്തും ഇല്ല തോന്നും. അപ്പൊ സോറി ഗൈസ്, അതെ അപ്പൊ എല്ലാം കഴിഞ്ഞു ഗൈസ്. നമുക്കിപ്പോ ആൻഡ് ഔട്ട്ഫിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. It's my outfit. കണ്ണിൽ വിടരും രാത്താരങ്ങൾ നീയെ മണ്ണിൽ പുലരും. ഞങ്ങള് അവരൊക്കെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഇതാ സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. ത്രെഡ് ചെയ്തതേ സാധ്യത ഇവരൊക്കെ ത്രെഡ് ചെയ്തു. നമുക്ക് ത്രെഡ് ചെയ്യാനൊന്നും ഇല്ലേ, നമുക്ക് അറിയില്ല. നമ്മളിപ്പോ സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഴകളോ തിര തൊടുന്ന പുതിയ കരകളോ. എഡോണേനെയും അദീനേനെയും മെലിസ്റ്റിച്ച് കൊണ്ടുപോയി. ഞങ്ങൾ ഇവിടെ ചേച്ചിമാരുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയവർക്കൊന്നും നമ്മൾ പിന്നിലാക്കുന്നു. നമ്മള് കുപ്പികളല്ല, സാധാ ടൈപ്പ് വള്ളം ഒന്ന് വാങ്ങി. ബിക്കോസ് ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേക്ക് ഞങ്ങൾ ഫ്രഷേഴ്സ് ഡേയുടെ ഷോപ്പിംഗിൽ വന്നിട്ടോ ഗൈസ്, പറയാൻ മറന്നുപോയി. നമ്മൾ അത് വാങ്ങിയിട്ട് ഇപ്പൊ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈ പിടിച്ചില്ലെങ്കിൽ നമ്മൾ വഴിയേറ്റി പോകും. ഞങ്ങൾ കൈ പിടിച്ച അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിതിക്കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, തേര പര. ഞങ്ങൾക്ക് ആകെ ഒരു വള മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. സ്ട്രീറ്റൊക്കെ അടച്ചടച്ച് മെല്ലെ തുടങ്ങി. ഞങ്ങളിപ്പോ വീണ്ടും ചേച്ചിമാരുണ്ട് ഞങ്ങളുടെ കൂടെ. ഞാനിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ആൻഡ് പറയാൻ മറന്നു, ഞാനിപ്പോ പഠിക്കുന്നത് മൈസൂരാണ്. മൈസൂർ മിഷൻ ഹോസ്പിറ്റൽ നഴ്സിംഗിനാണ് പഠിക്കാൻ ചേർന്നിരിക്കുന്നത്. അപ്പോ കൊള്ളാല്ലേ സാധനങ്ങളൊക്കെ, പക്ഷെ ഒടുക്കത്തെ റേറ്റാ, ശരിക്കും ഭയങ്കര റേറ്റാ. ഞങ്ങൾക്ക് സമയപരിമിതി കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനല്ലോ, നമുക്ക് ഫ്രഷേഴ്സ് ചെയ്യണം, അതല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തിരിച്ച് വേറെ ഏതോ സ്ട്രീറ്റിലേക്ക് പോയി പൂവായി ചേരും അങ്ങനെ ലിപ്സ്റ്റിക് അടിച്ചില്ല, അത് മാത്രം സംഭവിച്ചു. എന്നിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഇവിടെ ഭയങ്കര വില, സോറി, സാധനങ്ങളില്ല. അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളൊരു വിശന്ന് വലഞ്ഞൊരു എന്താണ് നാരങ്ങ സോഡ കഴിച്ചു. നമ്മുടെ നാട്ടില് നാരങ്ങ സോഡ, ഇവിടെ അത് ലെമൺ സോഡ. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങള് തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വില കേട്ടോ, ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില. വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെന്താ കുറെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളൊക്കെ വാങ്ങി അങ്ങനെ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ബാക്കി വിശേഷമൊക്കെ ഹോസ്റ്റലിൽ എത്തിയിട്ട് പറയാം. നമ്മൾ വീട്ടിലെത്തിയിരുന്ന് കാറ്റ് കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു, ഒരുപാട് നടന്നു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷെ ഭയങ്കര പേര്, അതിന് ഒരുപാട് കാശ് വീഴുന്നത് പറഞ്ഞാൽ ഭയങ്കര പേരാണ്.
ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഗൈസ്. നമ്മൾ നാട്ടിൽ വാങ്ങുമ്പോൾ ബാംഗിൾസ് ഒക്കെ നാട്ടിൽ വാങ്ങുന്നതിനനുസരിച്ച് ഇവിടെ വാങ്ങുമ്പോഴാണ് റേറ്റ് കുറവ്. ബട്ട് കോസ്മെറ്റിക്സ് ഒന്നും വാങ്ങാനേ പോകണ്ട. നല്ലതാണോന്ന് പോലും അറിയത്തില്ല, ബട്ട് നല്ല റേറ്റുമാണ്. ഞാൻ അതൊന്നും വാങ്ങിയില്ല. ദ ഡേ വാസ് പ്രിറ്റി കൂൾ. ഞങ്ങൾക്ക് 6 മണിക്ക് കയറാൻ പറഞ്ഞ് ഞങ്ങൾ 8 മണിക്കാണ് കയറിയത്. സീനിയേഴ്സ് ഒന്നും കുഴപ്പമാക്കിയില്ല. സീനിയേഴ്സ് ഇവിടെ പോയത്. ആൻഡ് ഇറ്റ് വാസ് അടിപൊളി ഒരു ദിവസമായിരുന്നു. ആൻഡ് കുറേ നടന്നു കാല് വേദനിച്ചിട്ടായിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ്. ആൻഡ് I'm winding up. I just see you. You can see in the next vlog. അപ്പോ മറക്കണ്ട, like and share, subscribe. It's Sia Maria Saju. Bye bye from Slays Vlog.